2025 ഏറ്റവും കൂടുതൽ വരുന്ന 4 ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റൈസോഷോ ഡിജിറ്റൽ അക്കാഡമിയുടെ ഇന്റേൺഷിപ്പ് കോഴ്സിനെ കുറിച്ചും പ്ലേസ്മെന്റ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സോ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള 4 ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചേഞ്ചസിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡു SEO ഫോർ ഓൾ ദ പ്ലാറ്റ്ഫോംസ് ആണ്. അതെ, നമുക്കെല്ലാവർക്കും അറിയാം ഗൂഗിൾ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത്. ബട്ട് ഇന്നത്തെ ഡാറ്റ അനുസരിച്ചിട്ട് വെറും 18% ആൾക്കാർ മാത്രമേ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി മെജോറിറ്റി ഓഫ് സെർച്ചസും മറ്റു പ്ലാറ്റ്ഫോമുകളിൽ സ്പ്ലിറ്റഡ് ആണ്. അത് യൂട്യൂബ് ആയിരിക്കാം, ഇൻസ്റ്റാഗ്രാം ആകാം, ടിക്ടോക്ക് പോലുള്ള മറ്റ് എൻ്റർടൈൻമെൻറ്റ് ആപ്പുകളാകാം. സോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് എത്തിയിട്ടില്ല എങ്കിൽ അതൊരു കസ്റ്റമർ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒരു ബ്യൂട്ടി പാർലർ നിയർ കാക്കനാട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ അവിടെ ഇല്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ ലോസ് ചെയ്യാണ്. സോ ന്യൂ SEO ഈസ് സെർച്ച് എവറിവർ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ സെർച്ച് എവറി പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസേഷൻ. സോ തിങ് ഈസ് നിങ്ങളുടെ കണ്ടന്റുകൾ എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അവിടെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക. അതായത് വെബ്സൈറ്റ് ഒപ്റ്റിമൈസേഷനിൽ മാത്രം ഒതുങ്ങി പോകരുത്. ദ നെക്സ്റ്റ് ബിഗ് തിങ് ഈസ് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിന് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇനി ബൂം ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. വലിയ ഒരു ഫോളോവർ ബേസുള്ള വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ബ്രാൻഡ്സിന് കൊളാബ് ചെയ്യുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവായിട്ടാണ് പുതിയ ഡാറ്റാസ് വരുന്നത്. പകരം സ്പെസിഫിക് നിഷ് ഫോളോ ചെയ്യുന്ന മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്, എൻ്റർടൈൻമെൻറ്റ്, ഫാഷൻ, ഹെൽത്ത് കെയർ, സ്പോർട്സ് ഇങ്ങനെയുള്ള ആകുമ്പോൾ കസ്റ്റമറുമായിട്ട് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന് റൈറ്റ് ഓഡിയൻസിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 3 ഇരട്ടി ബെറ്റർ ആവുമെന്നാണ് ഡാറ്റ പറയുന്നത്. സോ ഈവൻ ഒരു 50K ഫോളോവേഴ്സ് ഉള്ള എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് കാറ്റഗറി ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് കൊളാബ് ചെയ്ത് പോകുന്നതായിരിക്കും പല ബ്രാൻഡുകൾക്കും ലാഭകരം. സോ നിങ്ങളും ഇനി ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് മേക്കിംഗ് പാറ്റേണിൽ വരുന്ന ഒരു ചേഞ്ചാണ്. സോ ഇനി അങ്ങോട്ട് ബ്രാൻഡ്സും അതുപോലെ മാർക്കറ്റേഴ്സും എന്ന് പറയുന്നത് ഈ നോർമൽ റീൽസ് അതുപോലെ തന്നെയുള്ള വീഡിയോസ് ചെയ്യുന്നതിന് പകരം ദേ ആർ ഷിഫ്റ്റിംഗ് മോർ ടുവേർഡ്സ് പോഡ്കാസ്റ്റ്, ലൈവ് സ്ട്രീംസ് ആൻഡ് ആൾസോ വെബിനാർസ്. ഇതിൽ നിന്ന് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഇൻ്ററാക്ഷൻ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കൂടുതൽ കിട്ടുകയും അതുവഴി അവർക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പുതിയൊരു കണക്ക് പറയുന്നത്. സോ ലാസ്റ്റ് വൺ വിൽ ബി കണ്ടന്റ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. സോ മുൻപ് ഒരുപാട് റീൽസും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ബ്രാൻഡ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് ഒരുപാട് ലൈക്സും ഷെയർസും ഒക്കെ കിട്ടുന്നുണ്ട്. ബട്ട് അതൊന്നും റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. സോ ഇപ്പോൾ കൂടുതൽ ബ്രാൻഡ്സ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ UGC വീഡിയോസ് അല്ലെങ്കിൽ യൂസർ ജനറേറ്റീവ് വീഡിയോസ്, അവരുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ യൂസ് ചെയ്തിട്ട് കസ്റ്റമർ ചെയ്യുന്ന വീഡിയോസ്, അതിനെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ പല ബ്രാൻഡും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന മറ്റാൾക്കാർ കൂടുതലായിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ. സോ ഈ 4 ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് 2025 ഒരു ഷിഫ്റ്റ് വരുന്നത് ഇതുവരെ മുൻപേ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻപേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന്. സോ നിങ്ങളുടെ ബിസിനസ്സിനും ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മുന്നോട്ട് പോവുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.